അപ്പുട്ടാ ക്യാച്ച് പിടിക്കോ? എന്നാ പിടി പിടി പിടി. അപ്പൊ ഇന്ന് തന്നെ ഉണ്ടാക്കാൻ പോണേ? നമ്മുടെ പുഡിങ്ങാ, മാംഗോ പുഡിങ്. ആ, കഴിഞ്ഞ വർഷം ഏത് പുഡിങ് ഉണ്ടാക്കിയേ? എല്ലാ പ്രാവശ്യം വേനൽക്കാലത്ത് അത് ഞങ്ങൾ എന്തെങ്കിലും പുഡിങ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. കുറച്ച് നാളുകളായിട്ട്. കഴിഞ്ഞ വർഷം ഒരു പുഡിങ് ഉണ്ടാക്കിയത് ഏത് പുഡിങ്ങാ? ആ, കരിക്കിന്റെ പുഡിങ് ഉണ്ടാക്കിയായിരുന്നു. കരിക്കിന്റെ പുഡിങ് ഉണ്ടായി, ടെൻഡർ കോക്കനട്ടിന്റെ പുഡിങ് ഉണ്ടാക്കിയായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ ലുലുവിലോ ഇപ്പൊ കൊറേ അവിടെ മാമ്പഴ ഫെസ്റ്റ് ആയിരുന്നു. അപ്പൊ കൊറേ മാമ്പഴം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് 3-4 വട്ടം മാമ്പഴം മേടിച്ചേ. അപ്പൊ നല്ല മധുരമുള്ള മാമ്പഴം. അപ്പൊ അത് വെച്ചിട്ട് പുഡിങ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഞാൻ നോക്കി നല്ല മാമ്പഴം ഒക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. മണം ഉണ്ടോ നോക്കിയേ, മാമ്പഴത്തിന് മണം ഉണ്ടോ നോക്കിയേ. നോക്കിയേ മാമ്പഴം കണ്ട, മാമ്പഴത്തിന് മണം ഉണ്ടോ നോക്കിയേ. മധുരം നോക്കണമെന്നില്ല. തരാം. അത് ശരി. അപ്പൊ ഇപ്പൊ പുഡിങ് ഉണ്ടാക്കൽ അടക്കൂല കേട്ടാ, എല്ലാരും മാമ്പഴം തീർക്കട്ടാ. ഓക്കെ, ഇനി ഇതിന്റെ ആ ഫസ്റ്റിലെ മാംഗോ പ്യൂരി ഉണ്ടാക്കാൻ വേണം. എന്ന് വെച്ചാൽ മാംഗോ ഉള്ള ജ്യൂസ് വേറെ വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കുക. ഓക്കെ, അപ്പൊ അരച്ചെടുത്തിട്ട് അപ്പൊ നമ്മള് മാംഗോ അടിച്ചെടുത്തിട്ടുണ്ട്. കാണിച്ചു കൊടുക്ക, മാംഗോ അരച്ചെടുത്തിട്ടുണ്ട്. ചതച്ചോ? ചതച്ചല്ല, അരച്ചെടുത്തിട്ടുണ്ട്. കുട്ടികളുണ്ടാകാൻ പോണേ ഇനിയും വേറെ പണികളുണ്ട് കുറെ. ഇനി വേണ്ടത് കസ്റ്റാർഡ് പൗഡർ, കുറച്ച് പാലില് ഒന്ന് കലക്കിയെടുക്കണം. പിന്നെ ബാക്കി പാല് പഞ്ചസാരയൊക്കെ ഇട്ട് തിളപ്പിച്ച് അതിനകത്ത് കസ്റ്റാർഡ് പൗഡറൊക്കെ ചേർത്ത് ഇളക്കി അത് കുറുക്കിയെടുത്ത് കുറച്ച് മാംഗോ പ്യൂരിയും കൂടെ ഒക്കെ ഇട്ട് കുറുക്കിയൊക്കെ എടുക്കണം. അപ്പൊ അതൊക്കെ നമുക്ക് നോക്കാം. ഞാന് കസ്റ്റാർഡ് പൗഡർ കുറച്ചിടാണ് കേട്ടാ. അപ്പൊ വരുന്നില്ലല്ലോ, കുഴപ്പമില്ല. അത്രയും കിടന്നോട്ട് വന്നില്ലായിരുന്നു. എന്നിട്ട് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് ശരിക്കും ഉടച്ചെടുക്കുക ഇതിനകത്ത് പാലില്. ഇപ്പൊ കട്ടയൊന്നുമില്ല, നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി അപ്പൊ 2 സ്പൂൺ പഞ്ചസാര ഇടാൻ പോണ്. പാലിലാണ് കേട്ടാ. 2 സ്പൂൺ മതിയെന്ന് തോന്നുന്നു. മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. പഞ്ചസാര ഇട്ട് പാലൊന്ന് ശരിക്കും ചൂടാവുമ്പോൾ തുടങ്ങുമ്പോ കസ്റ്റാർഡ് പൗഡർ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കണത് ചേർക്കാം. ഇത് ഒഴിക്കാം. അങ്ങനെ ഒഴിച്ചിട്ട് നമുക്ക് കുറുക്കിയെടുക്കാം കേട്ടോ. തീ കുറച്ചിടാം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങ് കട്ടയായി പോകും. തിളച്ചിട്ട് കുറുകി വരും. ഇതിപ്പോ കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വേണ്ട, ചെറിയ കുറുക്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മാംഗോ പ്യൂരി ഇല്ലേ, ആ മാങ്ങ അരച്ചത്, മാമ്പഴം അരച്ചത് കുറച്ച് ഇടത്തേക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. വേഗം മുളക്കട്ടെ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അങ്ങനെ ചേർത്ത് അങ്ങനെ നമ്മൾ വേവിച്ചെടുക്കണം. അപ്പൊ നമ്മുടെ പുഡിങ്ങിന്റെ ആ ഒരു ഒഴിക്കേണ്ട ആ ഒരു ക്രീം പോലത്തെ സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട്. ക്രീം അല്ല, കുറുക്കം മതി. ഇനിയിപ്പോ അതൊന്ന് തണുക്കുമ്പോ ഒന്നും കൂടെ ഒന്ന് കുറുകും. ഈ കുറുക്കത്തിന് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമ്മളെ ഇതെന്താണ്, എന്താണ് പറയൂ? എന്ത് ക്രീമാണ് പറയൂ? നല്ല എന്താണ് വിപ്പിംഗ് ക്രീം. അതൊക്കെ നമ്മള് നേരത്തെ വേണോ തിന്നോക്കണോ? തിന്നാനെന്തോ ആൾക്കാരാന്ന് നോക്കി. ശകലം മതിയോ? ഫ്രീസറിൽ ഇരുന്ന പിന്നെ തണുപ്പുണ്ടാവില്ലേ? ഞാൻ ഇച്ചിരി നക്കി നോക്ക്. എനിക്കിച്ചിരി
അപ്പൊ ഇവിടെ വീട്ടിലുള്ള കൈയും പിള്ളേര് ഇനി വിപ്പിംഗ് ക്രീം ഐസ്ക്രീം ഒന്നും പറഞ്ഞു തിന്നോളൂ, ഒന്നും ഉണ്ടാക്കി കൊടുക്കണ്ട. അതേ നോക്കി ഇപ്പൊ വിപ്പിംഗ് ക്രീം നമ്മൾ ഇത് പറയാൻ സമ്മതിക്കണം കേട്ടോ. പുഡിങ്ങിന് നമുക്ക് ഒരു ക്രീമിന്റെ ടോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ടോപ്പ് സെറ്റ് ചെയ്യാം. അത് ലെയർ ആയിട്ട് സെറ്റ് ചെയ്യാന്ന് വിചാരിക്കണേ. അപ്പം അതിന് വേണ്ടിയിട്ട് മാംഗോ നമ്മൾ അരച്ചെടുക്കില്ല, മാംഗോയും അതിന്റെ മേലെ വിപ്പിംഗ് ക്രീമും പിന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ക്രീം ആക്കി എടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പം മാംഗോ പുഡിംഗ് ഉണ്ടാക്കണ്ട, വിപ്പിംഗ് ക്രീം ഇപ്പൊ തന്നെ തീർന്നോളൂ. ഐസ്ക്രീം ആയിട്ട് തിന്നോളാന്ന് പറഞ്ഞ. ഇതെന്താണിത്? പാത്രത്തിലാ. അടുത്തത് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാൻ പോകട്ടെ. ഇനി ഇതും കൂടെ കണ്ടു കഴിയുമ്പോഴത്തേനും പിള്ളേർക്ക് നല്ല കൊതിയാവും കേട്ടാ. ഞാൻ ഇതൊന്നും കാണിച്ചു കൊടുക്കാണ്ടാണ് ചെയ്യണത്, അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കണതിന് മുന്നേ തിന്നു കഴിയും. ഇനി അങ്ങനെ മിക്സ് ആക്കി എടുക്കാം നമ്മള് ക്രീം അടിപൊളിയായിട്ട്. നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്ടാ. അപ്പൊ ഫസ്റ്റ് ഈ ബ്രെഡിന്റെ അരികൊക്കെ കളഞ്ഞിട്ട് ഫസ്റ്റ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. ഒരു ലെയർ സെറ്റ് ചെയ്യാം. ഇവിടെ ഒരു ലെയർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലോട്ട് നമ്മള് മാംഗോ പ്യൂരിയും മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ, എന്താണ് കസ്റ്റാർഡ് പൗഡർ ഒക്കെ ആയിട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ധാരാളം ഒഴിച്ചു കൊടുക്കുക. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടാവും തിന്നുമ്പോ. ഇനി ഇതിന്റെ മുകളിൽ നമ്മുടെ ക്രീം ജസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ കുറച്ച് ബദാമും വാൾനട്ടും വരുന്നുണ്ടായിരുന്നേ. അപ്പൊ അതൊന്ന് ഫ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മുകളിലൊന്ന് സെറ്റ് ചെയ്യാം. ഇനി എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ലെയർ ഇതേപോലെ തന്നെ ബ്രെഡ് വെച്ച് കൊടുക്കാം. നമുക്ക് സെറ്റ് ചെയ്യാൻ ഫ്രിഡ്ജിനകത്ത് വെക്കാം. ഫ്രിഡ്ജിനകത്ത് ഒരു 2-3 മണിക്കൂർ വെച്ചതിന് ശേഷം എടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം നമുക്ക് കഴിക്കാൻ നേരത്ത് കാണാം കേട്ടോ. കട്ടി ആയിട്ടില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കട്ടി ആവണേന് മുന്നേ നമ്മൾ എടുത്തു. കുറച്ചും കൂടെ കട്ടിയാവണം ശരിക്ക്. കേക്കാ ഇങ്ങനെയുണ്ട്. ടേസ്റ്റ് അല്ലേ? കുറച്ചും കൂടെ കട്ടിയായ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്ത് നല്ല സൂപ്പർ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? അത് നോക്ക് സ്കൂളിൽ നിന്ന്. വാ മറച്ച് തന്നല്ലേ, പതുക്കെ പതുക്കെ കഴിക്കേ. കുഞ്ഞ തിന്നോക്കേ. വാ തുറന്ന് പറ. സൂപ്പറാണോ? കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. ഇവിടെ മാത്രം ഇട്ടു, കാരണം ഞാനിവിടെ മാത്രം ഉണ്ടാക്കാറുള്ളൂ. എന്റെ ഷുഗറും ഡയറ്റും അത് നിടവുള്ള അവനിക്കാണ് എപ്പോഴും ഒരു ഷുഗറും ഡയറ്റും. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അങ്ങനെ പറയാന്നില്ല. പഞ്ചസാരയല്ല, കണ്ടൻസ്ഡ് മിൽക്കാണ് അധികം ചേർത്താണ്.
ഫ്രിഡ്ജിലോട്ടേ പുഡിങ് വെക്കുന്നതിന് മുൻപ് ഞാൻ കുറച്ച് മാമ്പഴമൊക്കെ മുറിച്ച് കഷ്ണങ്ങളാക്കി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തായിരുന്നു കേട്ടോ. അത് കാണിക്കാൻ വിട്ടുപോയി, സോറി കേട്ടോ. പിന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നുപോയി, സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ, മറക്കല്ലേ. ബൈ ബൈ.